ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി. ക്രിക്കറ്റിനോട് പാഷനായ ഒരു മനുഷ്യൻ കുടുംബമായി അടിയുണ്ടാക്കി കുടുംബം വിട്ടു. വർഷങ്ങളോളം പുള്ളിക്കാരൻ പട്ടിണിയായിട്ടും അമ്പലങ്ങളിലും ശ്മശാനത്തിലും ബസ്സിലൊക്കെയാണ് കിടന്നുറങ്ങിയത്. ആ ഒരു മനുഷ്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സപ്പോർട്ട് സ്റ്റാഫായി. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരേ ഒരു വാക്കുള്ളൂ: ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ അറിയപ്പെടാത്ത ഒരു നായകൻ ആരായിരുന്നു നിങ്ങൾക്ക്? രാഘവേന്ദ്ര ദ്വിവേദി. എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരനെ സൈഡ് ആം സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ത്രോ ബോൾ സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെയാണ് പറയാം. റൈറ്റ് ഹാമിൽ ഈ പിക്ചറിൽ കാണും പോലെ ഭയങ്കര പേസിൽ എറിഞ്ഞു കൊടുക്കും. അപ്പം ബാറ്റ്സ്മാൻമാർക്കിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഫാസ്റ്റ് പിച്ചിലൊക്കെ ആ ഒരു പേസ് കിട്ടും. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ്റെ ലെഫ്റ്റ് ഹാൻഡിന് ഇഞ്ചുവേർഡായി എല്ല് പൊട്ടി. അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ടുവന്ന ജവഹർലാൽ ശ്രീനാഥാണ് കർണാടക അസോസിയേഷന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ ടീമിലേക്ക് റെക്കമെൻഡ് ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ്റെ രാജയോഗമാണ് അങ്ങോട്ട്.